ഹായ് കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആയായിരുന്നു. ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ രാവിലെ എണീച്ചൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അരിപ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പം നമ്മുടെ നാട്ടിൽ അരിപ്പത്തിരി എന്ന് പറയും, ചിലയിടത്ത് പത്തിരി, ചിലയിടത്ത് ഒറോട്ടി എന്നൊക്കെ പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ലേശം ഉപ്പും ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നല്ല മയത്തി കുഴച്ചെടുത്ത് കേട്ടോ. ഈ അരിപ്പൊടി നല്ല മയത്തി കുഴച്ചെടുക്കണം എന്ന് പറയുന്നത് അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം അതങ്ങനെ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി പത്തിരി പ്രസ്സിനകത്ത് പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിപ്പത്തിരിക്ക് എന്തായാലും കറി വെക്കുക. അപ്പോൾ ഇന്നലെ മേടിച്ച കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചിക്കൻ കറി ആക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം അരിഞ്ഞെടുത്ത് അത് ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് വഴറ്റി കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അത് മൂത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊരു 10 മിനിറ്റ് അടിച്ച് വെച്ച് വേവിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ.